നമുക്കൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാമെന്ന്. അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ ചെല്ലേണ്ട കാര്യമായതുകൊണ്ടാണ് ഈ പണിമുടക്കായിട്ടും മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചത്. പിന്നെ ഞാനും അമ്മയും രാവിലെ ഒന്ന് അടിയും വഴക്കും ആയതിൻ്റെ പേരിലാണ് അമ്മ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം. പിന്നെ നമുക്ക് കാർ ഓടിക്കാനൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ അതിൻ്റെ പുച്ഛവും കൂടെ കേട്ടിട്ട് പിന്നെ ഓട്ടോ വിളിച്ച് പോയി. അനിയനില്ലാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ സ്കൂട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലോ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ മാമൻ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്കിൽ ചെന്ന് ബാങ്കിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തു. ബാങ്കിൽ തീരെ ആൾ കുറവായിരുന്നു. കാരണം ആർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ബാങ്കിൽ ആരും ഇല്ലായിരുന്നു. ഒന്നോർത്തെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു ബാങ്കാണ് ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ എന്തോ അവരുടെ അപ്പിയറൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബാങ്കാണ്. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളെല്ലാം തീർത്തു. പുറത്തിറങ്ങി വന്നിട്ട് ഒരു വണ്ടി, ഒരു കാലിയോട്ട് പോലും കിട്ടുന്നില്ല ജംഗ്ഷന് വരെ ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ പോകുന്നതും വരുന്നതുമായിട്ടുള്ള എല്ലാ ഓട്ടോയ്ക്കും അമ്മ കൈ കാണിക്കുന്നുണ്ട്, എങ്ങും നിർത്തുന്നില്ല. ഈ കാണുന്നത് അമ്മ ചമ്മി നാറി പോയിട്ട് വരുവാണ് കേട്ടോ. താഴെ നിർത്തിയിട്ടുന്ന ഓട്ടോയിൽ പോയി ചോദിച്ചിട്ടും ആ മനുഷ്യൻ പറഞ്ഞില്ല ഒന്ന് കൊണ്ടുവിടാം. തൊട്ട് 4 കിലോമീറ്റർ കാണുള്ളൂ, ഒന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരെ കൊണ്ടുവിടുന്നില്ല, വേറെ ഓട്ടോ പറഞ്ഞു വിടാമെന്ന്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തൊന്ന്. ജംഗ്ഷനൊക്കെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു, വരുന്ന ഓട്ടോകളിലെല്ലാം നിറയെ ആളുകൾ ഉണ്ടായതുകൊണ്ട് പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിച്ച ഓട്ടോ മാമൻ തന്നെ അമ്മ വിളിച്ചു, ആ മാമൻ തന്നെ വന്നു. അങ്ങനെ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം കയറ്റി നേരെ ഞങ്ങൾ ജംഗ്ഷനിൽ വന്നിറങ്ങി. പിന്നെ അമ്മ ഒന്ന് 2 സാധനം കൂടെ വാങ്ങി, അങ്ങനെ ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് നേരെ ജംഗ്ഷനിൽ വന്നിറങ്ങി. മെയിൻ ജംഗ്ഷൻ്റെ തൊട്ട് ഇപ്പുറത്തെ ജംഗ്ഷനിലാണ് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നടക്കാൻ ഇത്തിരി ലോങ് ആയിട്ടുണ്ട്. അതപ്പം അമ്മക്ക് ഷോർട്ട് കട്ടൊക്കെ അറിയാം, കാരണം അമ്മ നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ സൈഡിലൂടെയുള്ള വഴി കൂടെയൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വൃത്തിയായിട്ട് അറിയാം. ഞാനിവിടെ കുഞ്ഞായിരുന്നെങ്കിൽ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് എന്തോ വന്നിട്ടുള്ളത്. ഇപ്പം കാടും പടലവും പിടിച്ച് വഴി ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അമ്മയുടെ വലയിൽ ഇങ്ങനെ നടക്കണം. പക്ഷെ നല്ല രസമുണ്ട് കാണാം. വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വഴി കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. എന്തോ ഒരു രസമായിരുന്നു ഒന്ന് പോയിട്ട് ബാങ്കിലൊക്കെ പോയിട്ട് വന്നിട്ട്. അങ്ങനെ ഞങ്ങളുടെ വഴക്കം മാറി. പിന്നെ സന്തോഷത്തോടു കൂടി ആൾ ഫ്രണ്ടിൽ നടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.